ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഥവാ AI-യുടെ അതിവേഗ വളർച്ചയ്ക്കൊപ്പം ഉയരുന്ന നിയമലംഘനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ചർച്ചയാവുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിനെയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് വ്യവസായികളിൽ ഒരാളായ ഇലൺ മസ്കിനെയും നേർക്കുനേർ കൊണ്ടുവന്നിരിക്കുകയാണ്. മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സ് എന്ന സാമൂഹിക പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഗ്രോക്ക് എന്ന AI ടൂൾ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അശ്ലീലമായും ലൈംഗികമായും രൂപമാറ്റം വരുത്തി പ്രചരിപ്പിക്കുന്നുവെന്ന കണ്ടെത്തലുകളായിരുന്നു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം. ഇതിനെ വെറുമൊരു സാങ്കേതിക വിദ്യ ദുരുപയോഗ വിഷയമായി മാത്രം കാണാനാവില്ല. മറിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, ഡിജിറ്റൽ ലോകത്തിലെ ഉത്തരവാദിത്തം എന്നിവയെ സംബന്ധിച്ച ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ഇന്ത്യയിൽ AI-യെ നിയന്ത്രിക്കാൻ വ്യക്തമായ നിയമചട്ടക്കൂടില്ലെന്ന യാഥാർത്ഥ്യം തുറന്നു കാട്ടുകയും ചെയ്യുന്ന ഒരു നിർണായക സംഭവമായി കൂടി വേണം വായിക്കാൻ. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന വിശാലമായിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ചിത്രങ്ങൾ വരയ്ക്കാൻ, വീഡിയോകൾ നിർമ്മിക്കാൻ, ജോലിഭാരങ്ങൾ കുറയ്ക്കാൻ എന്ന് തുടങ്ങി മനുഷ്യനുമായി ബന്ധപ്പെട്ട അധിക മേഖലകളിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉണ്ട്. ChatGPT, ജെമിനി, പെർപ്ലെക്സിറ്റി തുടങ്ങി ആ ലിസ്റ്റ് നീണ്ടു പോകും. ഇതിലൊന്നാണ് ഇലൺ മസ്കിൻ്റെ എക്സ് എന്ന സാമൂഹിക മാധ്യമത്തിൽ സംവിധാനിച്ചിരിക്കുന്ന കോണ്ടന്റ് ആൻഡ് ഇമേജ് ജനറേഷൻ ടൂളായ ഗ്രോക്ക്. എക്സിലെ റിയൽ ടൈം ഡാറ്റകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഗ്രോക്കിന് സാധിക്കുമെന്നതായിരുന്നു പ്രസ്തുത AI ടൂളിൻ്റെ പ്രത്യേകതയായി അവകാശപ്പെട്ടിരുന്നത്. 2025ഓടെ സജീവമായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഈ ടൂൾ ഉപയോഗിച്ചാണ് നിരവധി ഉപയോക്താക്കൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ രൂപമാറ്റം വരുത്തി അശ്ലീല സൈറ്റുകളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും പ്രചരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ AI സംവിധാനം ഉപയോഗിച്ച് ഡീപ് ഫേക്ക് ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിച്ചു പ്രചരിപ്പിക്കുന്നത് ഇതാദ്യമൊന്നുമല്ല. പല സ്ത്രീകളും ഇത്തരം വീഡിയോകൾക്കെതിരെ സൈബർ പരാതികൾ നൽകിയ സംഭവങ്ങൾ വേറെയും ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഗ്രോക്ക് ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും രൂപമാറ്റം വരുത്തിയ അശ്ലീല ചിത്രങ്ങൾ അതിവ്യാപകമായി പ്രചരിപ്പിക്കുന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകളും പൊതുജന പരാതികളും ശക്തമായി ഉയർന്നതോടെയായിരുന്നു വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് വെറുമൊരു സോഷ്യൽ മീഡിയ ദുരുപയോഗ പ്രശ്നമല്ലെന്നും മറിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും അഭിമാനത്തെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ നിയമലംഘനമാണെന്നതുമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. ജനുവരി 2-ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എക്സിന് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഔദ്യോഗിക നോട്ടീസ് അയക്കുകയും ചെയ്തു. ഗ്രോക്ക് ഉപയോഗിച്ച് അശ്ലീലവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കം സൃഷ്ടിക്കപ്പെട്ടതായി സർക്കാർ കണ്ടെത്തിയെന്നും അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെയും IT റൂൾസിൻ്റെയും ലംഘനമാണെന്നതുമായിരുന്നു നോട്ടീസിൻ്റെ ഉള്ളടക്കം. സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി നടന്ന ഈ പ്രവൃത്തി ഗൗരവമായ കുറ്റകൃത്യമാണെന്നും അത്തരം ഉള്ളടക്കങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നും എടുത്ത നടപടികൾ വിശദീകരിക്കുന്ന ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ എത്രയും വേഗം സമർപ്പിക്കണമെന്നുമായിരുന്നു എക്സിനോടുള്ള നിർദ്ദേശം. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം IT ആക്ടിലെ സെക്ഷൻ 79 പ്രകാരം എക്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിയമസംരക്ഷണം നഷ്ടപ്പെടുമെന്നുമായിരുന്നു നോട്ടീസിൻ്റെ ഏറ്റവും നിർണായകമായ ഭാഗം. അങ്ങനെ സംഭവിച്ചാൽ കമ്പനി പ്രതി ചേർക്കപ്പെടുകയും പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ ഒരാഗോള ടെക് കമ്പനിക്ക് ഒരു രാജ്യത്തിൽ നിന്നും ലഭിച്ചേക്കാവുന്ന ഏറ്റവും ഗുരുതരമായ നിയമ ഭീഷണികളിലൊന്നായിരുന്നു അത്. സർക്കാർ നോട്ടീസിന് പിന്നാലെ ഇലൺ മസ്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. ഗ്രോക്ക് ഉപയോഗിച്ച് നിയമവിരുദ്ധമായ കോണ്ടന്റുകൾ സൃഷ്ടിക്കുന്നവർ അത്തരം ഉള്ളടക്കം നേരിട്ട് എക്സിൽ അപ്ലോഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന അതേ നടപടികൾ തന്നെ നേരിടേണ്ടി വരുമെന്നായിരുന്നു മസ്കിൻ്റെ പ്രതികരണം. അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാക്കുമെന്ന് ചുരുക്കം. അതിനപ്പുറം ഗ്രോക്കിൻ്റെ ദുരുപയോഗ സാധ്യതകൾ എത്രയും വേഗം അവസാനിപ്പിക്കുമെന്നോ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നോ പറഞ്ഞു കാണുന്നുമില്ല. എക്സിൽ നിന്നും അത്തരം കോണ്ടന്റുകൾ നീക്കം ചെയ്യുമെന്നും അതുപോലെയുള്ള കോണ്ടന്റുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അക്കൗണ്ടുകൾ ഉടനടി സസ്പെൻഡ് ചെയ്യുമെന്നും എക്സിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുമുള്ള പ്രതികരണവും വന്നു. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇത്തരം ദുരുപയോഗങ്ങൾ തടയാൻ മതിയായ ശക്തമായ നിയമനിയന്ത്രണങ്ങളുടെ അഭാവമല്ലേ ഇതിനൊക്കെ കാരണം? അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതില്ലേ? തീർച്ചയായും ഉണ്ട്. പരിശോധിച്ച് വരുമ്പോൾ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പ്രത്യേകമായി നിയന്ത്രിക്കുന്ന സമഗ്രമായൊരു നിയമം നിലവിലില്ല. മാത്രമല്ല IT ആക്ടിലും IT റൂൾസിലും പ്രത്യേക സെക്ഷനുകളുമില്ല. ഡീപ് ഫേക്ക് കോണ്ടന്റുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു നിയമം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമായി വേണം ഗ്രോക്കിനെ മനസ്സിലാക്കാൻ. ഗ്രോക്കിലും തീരുന്നതല്ല ഈ പ്രശ്നം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം, അത്തരം ടൂളുകൾ സംവിധാനിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ നിയന്ത്രണം തുടങ്ങിയ തലങ്ങളെ വിശദമായി കൈകാര്യം ചെയ്യുന്ന ഒരു നിയമം നിർമ്മിച്ച് നടപ്പാക്കുന്നത് വരെ ഈ കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.